പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങൾ ഫൈസൽ അസീസ് നൽകും. കേരളത്തെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് വൈകുന്നേരത്തോടെയാണ് നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും അത്. അതുപോലെ സിനിമാ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങിയവരുൾപ്പെടെ ആ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ഇന്ന് രാവിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നുകൊണ്ടാണ് കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷം ഈ സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ കൃത്യം 9 മണിയോടുകൂടി സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ സഭയിലെത്തി. ഈ ആദ്യം MP രാജേഷാണ് ഈ ഒരു സഭ അതായത് കേരളത്തെ അതിദാരിദ്ര്യ മുക്തം പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെന്റ് എന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചത്. അതിനുശേഷം പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തങ്ങൾ ഈ ഒരു പദ്ധതിയുമായി അല്ലെങ്കിൽ ഈ പ്രഖ്യാപനവുമായി സഹകരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ പോലും തിരുവനന്തപുരം ജില്ലയിൽ പട്ടിണി കിടന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മാത്രമല്ല ഇത് തങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാം ഈ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. വലിയ രീതിയിലെ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ വിട്ട് ഇറങ്ങിപ്പോയത്. അതിനുശേഷം പുറത്തുനിന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഇന്ന് രാവിലെ പോലും തിരുവനന്തപുരം ജില്ലയിൽ പട്ടിണി കിടന്ന് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷം സർക്കാർ എന്ത് ചെപ്പടി വിദ്യയാണ് കാണിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അതായത് ഈ കേരളം അതിദാരിദ്ര്യ സംസ്ഥാന മുക്തമായി പ്രഖ്യാപിക്കാൻ ആയിട്ടില്ല. അതായത് കേരളത്തിൽ ഇപ്പോഴും ദരിദ്രരുണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ ഈ ബിലോ പോവർട്ടി ലൈനിലെ കാർഡ്, റേഷൻ കാർഡ്, മഞ്ഞ കാർഡ് തുടങ്ങിയവയ്ക്ക് അതിലൊക്കെ ഒരു വ്യക്തത വരുത്താനുണ്ട് എന്നൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ ഉപനേതാവായ PK കുഞ്ഞാലിക്കുട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ ഈ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് പൊള്ളയായ വാഗ്ദാനമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് മുഖ്യമന്ത്രി ഇത് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതായത് അദ്ദേഹം പറയുന്നത് കേരളം പുതുയുഗ പിറവിയിലാണെന്നാണ് മുഖ്യമന്ത്രി ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സമ്മേളനം അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം പറയാൻ ആരംഭിച്ചത്. കേരളം അതിദാരിദ്ര്യ മുക്തമായിരിക്കുന്നു. ചട്ടം 300 പ്രകാരമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിന് ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപനം നടത്തിയത്. അതായത് പ്രതിപക്ഷം കള്ളം എന്ന് പറയുന്നു. ആ കള്ളം ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ പറയേണ്ടതുള്ളൂ. നടപ്പാക്കുന്നത് മാത്രമേ സംസ്ഥാനം പ്രഖ്യാപിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയുള്ളൂ. അതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 64,006 കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയിരുന്നത്. അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന് 1000 കോടി രൂപയാണ് ചെലവഴിച്ചത്. 331 കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുണ്ട്. 35,041 കുടുംബങ്ങളെ തൊഴിലുറപ്പിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സഭയിൽ സംസാരിച്ചത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിനെതിരെയും വലിയ വിമർശനം ഉന്നയിച്ചു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് എന്ത് ചെപ്പടി വിദ്യ എന്നുള്ളൊരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറിയത്. അതിനുശേഷം മന്ത്രി MP രാജേഷും വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലുണ്ടായിരുന്നല്ല. നേരത്തെ തന്നെ അതിന് അർഹരായവരെ കണ്ടെത്തി അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് MP രാജേഷ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പട്ടിണിയില്ലാത്ത കേരളം എന്ന ഒരു അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞതിൽ വസ്തുതയില്ല. പ്രതിപക്ഷം ഭയക്കുന്നത് എന്തെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പറഞ്ഞത് എന്താണോ അത് നടപ്പാക്കും. അതാണ് ഇടത് സർക്കാരിന്റെ ശീലമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ 90.75%, നഗരമേഖലയിൽ 88.89% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു. അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൂടെ ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്യുന്ന സ്ഥിര വികസന സൂചികയിൽ കേരളം ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നതാണ്. അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വിഭാഗത്തെ വ്യാപകമായ ജനപങ്കാളിത്തത്തോടെ കൃത്യമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത്. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നു എന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. സഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും സഭയിൽ ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സഭ ചേർന്നത് ചട്ടം ലംഘിച്ചാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സഭാ കവാടത്തിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭാ സമ്മേളനം ബഹിഷ്കരിച്ചു. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. തിരുവനന്തപുരത്തെ ആശാ സമര വേദിയിലെത്തി പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ. രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാ സമര വേദിയിലെത്തിയത്. വേദിയിലെത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയെ ആശാപ്രവർത്തകർ കെട്ടിപ്പിടിക്കുകയും രാഹുലിനെ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അല്പസമയം അവിടെ ചിലവഴിച്ച ശേഷമാണ് മാങ്കൂട്ടത്തിൽ മടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് രാഹുൽ വേദി വിട്ടതെന്നാണ് സൂചന. തനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള വിഷയമാണ് ആശാപ്രവർത്തകരുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും അവർക്ക് ലഭിക്കുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആശമാരുടെ സമരം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമരം സംസ്ഥാന തലത്തിൽ വ്യാപിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എവിടെ സമരം ചെയ്താലും ഒപ്പമുണ്ടാകുമെന്നും വി.ഡി. സതീശൻ ഉറപ്പു നൽകി. അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അത് കഴിഞ്ഞ വേറെ ഏത് കാര്യങ്ങൾ നോക്കുള്ളൂ യു.ഡി.എഫ്. 3ാമത്തെ പ്രാവശ്യമാണ് അറിയാം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു. വാക്കാണ് അത് അല്ലാതെ ചെയ്യാമെന്ന് പോകുന്നില്ല. 1600 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2500 ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് 4 കൊല്ലം 1 രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തലയാഴ്ചയിൽ 400 കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ആളാണ് നമ്മളോട്. കൂടെ ഉണ്ടാകും, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. സഹന സമരത്തിന്റെ 266ാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ആശാപ്രവർത്തകർ അവസാനിപ്പിക്കുന്നത് ഭരണകൂടത്തിന് മേൽ വിജയം നേടിയാണ്. ആദ്യ ദിനം മുതൽ നേരിടേണ്ടി വന്ന പരിഹാസങ്ങളും വിമർശനങ്ങളും ഊർജ്ജമാക്കിയായിരുന്നു ആശമാരുടെ പോരാട്ടം. തൊഴിലാളി പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ആശമാർ നടത്തിയ സമരം സ്ത്രീ തൊഴിലാളി പോരാട്ട ചരിത്രത്തിന് എന്നും കരുത്ത് പകരുന്നതാണ്.
സമരം തുടങ്ങിയതിന് ശേഷം 265 ദിവസം പിന്നിടുമ്പോൾ നമ്മൾ ഉന്നയിച്ച ഏതാണ്ട് എല്ലാ ഡിമാൻഡുകളും നേടിയെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ സമരം ഇന്ന് 265ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത്. കേരളം ഈ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും ശക്തമായ സ്ത്രീ പോരാട്ടം. കേവല കൂലി വർധനവ് ആവശ്യപ്പെട്ട് തലസ്ഥാനത്തെ തെരുവീഥികളിൽ ഒരു കൂട്ടം സ്ത്രീകൾ കനലായും കണ്ണീരായും മാറിയ 266 ദിനരാത്രങ്ങൾ. മഴയിലും വെയിലിലും അധിക്ഷേപങ്ങളിലും ആക്ഷേപങ്ങളിലും തളരാത്ത പോരാട്ട വീര്യം. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 250 രൂപ മിനിമം കൂലിയില്ലാത്തവർക്ക് 33 രൂപ പോലും കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകാൻ സർക്കാരിന് 8.5 മാസത്തിന്റെ ആലോചനകൾ വേണ്ടി വന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ഈ സമരം കണ്ടല്ല പ്രഖ്യാപനമെന്ന്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10-ന് ആശാപ്രവർത്തകർ രാപ്പകൽ സമരം തുടങ്ങുമ്പോൾ വേതനം 5 മാസം കുടിശ്ശികയായിരുന്നു. സമരത്തിനിടയിൽ ഓണറേറിയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന 10 മാനദണ്ഡങ്ങളും ആശമാരെ 62 വയസ്സിൽ പിരിച്ചുവിടണമെന്ന ഉത്തരവും പിൻവലിപ്പിച്ചു. ഓണറേറിയം കൃത്യമായി ലഭിക്കാൻ തുടങ്ങി. ആശമാരുടെ യഥാർത്ഥ സേവനം എന്തെന്ന് നിർവചിച്ച് സർക്കുലർ ഇറങ്ങി. ഇവയൊക്കെയും സമരവിജയങ്ങൾ തന്നെയാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഈ സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്ന് വരുന്ന ഈ സമരരൂപം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരം നമ്മൾ തുടരും. ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമരം ഇന്ന് ഇവിടെ സമാപിക്കുകയല്ല, മറിച്ച് ഭരണസ്ഥിര കേന്ദ്രത്തിൽ നിന്നും ഭരണകർത്താക്കളെ തെരഞ്ഞെടുത്ത സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇവർ എത്തുകയാണ്. കാരണം ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ചിലതുകൂടി ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ആശാ സമരപ്പന്തലിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണ കവർച്ചാ കേസിൽ 3-ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. കേരള സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. കവി KG ശങ്കരപ്പിള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായി 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. NS മാധവൻ ചെയർമാനായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. 2025 സംസ്ഥാന സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് കവി KG ശങ്കരപ്പിള്ള അർഹനായി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം നൽകിയത്. ആധുനിക മലയാള കവിതയുടെ മുഖമാണ് ശങ്കരപ്പിള്ളയെന്ന പുരസ്കാരം പ്രഖ്യാപിച്ച് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 2025 പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ KG ശങ്കരപ്പിള്ളയാണ്. ശ്രീ NS മാധവൻ ചെയർമാനും ശ്രീമതി KR മീര, ഡോക്ടർ KM അനിൽ എന്നിവർ അംഗങ്ങളും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ മെമ്പർ സെക്രട്ടറിയുമായ പുരസ്കാര നിർണയ സമിതിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോഴിക്കോട് നിർമ്മാണത്തിലിരുന്ന വീട്ടുമതിൽ ഇടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി ഉദയ് മാഞ്ചിയാണ് മരിച്ചത്. കക്കുടി ശശീന്ദ്ര ബാങ്കിന് സമീപം കോട്ടുപാടം റോഡിലാണ് അപകടം നടന്നത്. രാവിലെ മതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഉദയ് മാഞ്ചി ഏറെ നേരം സ്ലാബിനടിയിൽ അകപ്പെട്ടിരുന്നു. വെള്ളമാടിക്കുന്ന് നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം.
കൊല്ലം സ്വദേശിയായ 65-കാരനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഈ മാസം ഇതുവരെ 12 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരിച്ചത്. 65 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന രോഗക്കണക്കാണ് ഈ മാസം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ മാത്രം 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചിറയൻകീഴ് ആളൂർ സ്വദേശിയായ 77-കാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ഇവർ 1 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സോഡിയം കുറഞ്ഞതിനെ തുടർന്നാണ് ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 10 ദിവസം മുമ്പ് നടത്തിയ രക്തപരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. KSRTCയുടെ പുതിയ വോൾവോ ബസ്സുകൾ കേരളത്തിലെ നിരത്തുകളിലേക്ക് ഉടൻ എത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പുതിയ ബസിന്റെ ചിത്രങ്ങൾ ആദ്യമായി പങ്കുവച്ചത്. KSRTCയുടെ കേരള പിറവി സമ്മാനം എന്ന തലക്കെട്ടോടെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതിയും ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നതിന് KSRTCയുടെ ഓർഡിനറി മുതൽ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള എല്ലാത്തരം ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുന്നതാണ് പദ്ധതി. കേരളത്തിന് 3ാം വന്ദേ ഭാരത്. എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഇതിന്റെ ഷെഡ്യൂൾ ക്രമം റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടു. എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്ന ട്രെയിൻ തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി രാത്രി 11 മണിയോടെ ബംഗളൂരുവിലെത്തും. ബംഗളൂരിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്ത് എത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തമ്പാനൂരിലെ ആമഴിഞ്ചാൽ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങി മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാന കർമ്മം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ജോയിയുടെ മാതാവ് മെൽഹിക്ക് നൽകി നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവിൽ കോർപ്പറേഷനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജില്ലാ പഞ്ചായത്താണ് വീട് നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തിയത്. നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ, പാറശാല MLA CK ഹരീന്ദ്രൻ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം വള്ളുവമ്പ്രത്ത് ഓയിൽ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. ഷിബിൻ ഓയിൽ മില്ലിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തീപിടുത്തത്തിൽ മിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. എണ്ണ സംഭരിച്ചു വന്നിരുന്ന ടാങ്കിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മലപ്പുറത്ത് നിന്നും മഞ്ചേരിയിൽ നിന്നും 5 യൂണിറ്റ് അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ അരിമ്പൂരിൽ കാറിന് തീയിട്ടു. അരിമ്പൂർ ഗുരു ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന A20 കാറിനാണ് തീയിട്ടത്. കാറിന്റെ ഗ്ലാസ് തകർത്ത ശേഷം ദ്രാവകം ഒഴിച്ച് തീയിടുകയായിരുന്നു. സംഭവത്തിൽ കാർ ഉടമ ഹരികൃഷ്ണൻ പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അന്തർ സംസ്ഥാന ഡീസൽ മോഷ്ടാക്കൾ പിടിയിൽ. പാലക്കാട് വടക്കാഞ്ചേരി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ 5 പേരും UP സ്വദേശികളാണ്. പന്നിയങ്കരയിൽ വെച്ച പോലീസ് ജീപ്പിൽ ഇടിച്ചാണ് പ്രതികൾ വാഹനവുമായി രക്ഷപ്പെട്ടത്. പിന്നീട് വാണിയമ്പാറയിൽ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ദേശീയപാതയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും മാരകായുധങ്ങളും കണ്ടെടുത്തു. മലപ്പുറത്ത് ഓപ്പറേഷൻ സൈഹാണ്ടിന്റെ ഭാഗമായി 43 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ 36 പേർ അക്കൗണ്ട് ഉടമകളും 7 പേർ തട്ടിപ്പിന്റെ ഇടനിലക്കാരുമാണ്. ഇവരുടെ പക്കൽ നിന്നും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ 37 പേരെ കോടതി റിമാൻഡ് ചെയ്തു. 119 അക്കൗണ്ടുകളാണ് ജില്ലയിൽ പരിശോധിച്ചത്. സൈബർ തട്ടിപ്പുകൾക്ക് സഹായമാകുന്ന മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനായി കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ് സൈഹാണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില 4 രൂപ കുറച്ചു. സിലിണ്ടറിന് 1598 രൂപയായി. കഴിഞ്ഞ മാസം സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥം എന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് BJP MP. ഇത് സംബന്ധിച്ച കത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക്
അയച്ചു. BJP MP പ്രവീൺ ഖഡേൽവാൾ ആണ് കത്തയച്ചത്. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ എന്നും വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ എയർപോർട്ട് എന്നാക്കണമെന്നുമാണ് കത്തിൽ പറയുന്നത്. സാംസ്കാരികവും ചരിത്രപരവുമായ ഘടകങ്ങൾ പരിഗണിച്ചാണ് പേര് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പാണ്ഡവന്മാരുടെ പ്രതിമ സ്ഥാപിക്കണമെന്നും പ്രവീൺ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനൊരുങ്ങി സർക്കാർ. ഡൽഹിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത ചരക്കു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. BS4, BS6, CNG, LNG, EV ഒഴികെയുള്ള ചരക്കു വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ ഈ വാഹനങ്ങൾക്ക് ഡൽഹിയിൽ പ്രവേശിക്കുന്നതിന് അനുമതി ഉണ്ടായിരിക്കില്ല. BS4 വാഹനങ്ങൾക്ക് അടുത്ത വർഷം ഒക്ടോബർ 31 വരെ മാത്രമാണ് പ്രവേശന അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം ഡൽഹിയിലെ വായു മലിനീകരണ തോത് ഇന്നും മോശം വിഭാഗത്തിൽ തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത 85 ഇടുക്കി അടിമാലി ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ചയോട് അടുക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ലക്ഷം വീട് ഭാഗത്ത് ആദ്യ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ശനിയാഴ്ച രാത്രിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. നിലവിൽ ടൗൺ ഭാഗത്തെ ഇടവഴികളിലൂടെയാണ് ഗതാഗതം വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. ഇതുവഴിയുള്ള ബസ്സുകളുടെ അടക്കമുള്ള യാത്ര പ്രതിസന്ധിയിലാവുകയാണ്. അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാതയോരത്തുണ്ടായ മലയിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ചയെടുക്കുകയാണ്. ഇടിഞ്ഞെത്തിയ മണ്ണ് ദേശീയപാതയിൽ തന്നെ കൂടിക്കിടക്കുന്നു. മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. കൂമ്പമ്പാറയിൽ നിന്നും അടിമാലി ടൗൺ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തു നിന്നുമാണ് ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. പ്രദേശത്തെ ഇടവഴികളിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. തങ്ങളുടെ പുനരധിവാസ കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇടിഞ്ഞെത്തി മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. നിലവിലിപ്പോൾ ഈ NH വഴി പോകേണ്ട വണ്ടികളെല്ലാം ലൈവ് റോഡ് വഴിയാണ് പോകുന്നത്. അത് പാരലൽ റോഡുകളാണ് നിലവിൽ. പക്ഷേ ഭാരവണ്ടികൾ കയറി പോകുമ്പോൾ അവിടെ വൻ അപകടങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായാലല്ലാതെ ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ നിന്നും മണ്ണെടുക്കാൻ അനുവദിക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കാൻ യന്ത്രസാമഗ്രികൾ എത്തിച്ചെങ്കിലും പ്രദേശവാസികളുടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് തുടർ ജോലികൾ ഉണ്ടായില്ല. ഇടുങ്ങിയതും കയറ്റവും വളവും നിറഞ്ഞ വഴികളിലൂടെയാണ് ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ചെറിയ അപകടങ്ങൾ ഇതിനോടകം പലതവണ ഇടവഴികളിൽ സംഭവിച്ചു കഴിഞ്ഞു. നിരന്തരം വലിയ വാഹനങ്ങളോടിയാൽ ഇടവഴികൾ വേഗത്തിൽ തകരാനും കാരണമാകും. ബസ്സടക്കം വലിയ വാഹനങ്ങൾ പ്രയാസപ്പെട്ടാണ് ചെറുവഴികളിലൂടെ കടന്നുപോകുന്നത്. ദുരിതബാധിതരുടെ ആവശ്യത്തിൽ പരിഹാരം കണ്ടെത്തി മണ്ണ് നീക്കി ദേശീയപാത തുറക്കാനുള്ള ജോലികൾ ആരംഭിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ അനിശ്ചിതത്വം. വേദി സംബന്ധിച്ച അവ്യക്തത സംഘടനത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. നിശ്ചയിച്ച സ്കൂളിൽ കലോത്സവം നടത്താനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ മാസം ജില്ലാ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ കുണ്ടംകുഴി GHSSൽ വെച്ച് കലോത്സവം നടത്താനാണ് തീരുമാനമായത്. എന്നാൽ ഔദ്യോഗികമായി അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും സ്കൂളിൽ സ്ഥലപരിമിതിയുണ്ടെന്നും കെട്ടിടം പണി നടക്കുന്നതിനാൽ കലോത്സവം നടത്തിപ്പ് ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നും അസൗകര്യങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചതാണെന്നും PT അധികൃതർ പറയുന്നു. നവംബർ 24 മുതൽ 28 വരെയാണ് ജില്ലാ കലോത്സവത്തിനായി തീയതി കണ്ടെത്തിയിട്ടുള്ളത്. ഒരു മാസം മുമ്പെങ്കിലും സംഘാടക സമിതി രൂപീകരിച്ചാലേ കലോത്സവം വിജയകരമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സംഘാടനത്തിന്റെ ഭാഗമാകുന്ന പൊതുപ്രവർത്തകർക്ക് ഇതിലേക്ക് സമയം കണ്ടെത്താനുള്ള പ്രയാസവുമുണ്ട്. സംസ്ഥാനതല മത്സരത്തിന് മുമ്പായി ജില്ലാ കലോത്സവങ്ങൾ പൂർത്തിയാക്കണമെന്നിരിക്കെ ജില്ലാ കലോത്സവത്തിന്റെ വേദി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത് ആശങ്കയുയർത്തുകയാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശ്രീകാകുളം ജില്ലയിലെ കാശിബുഖയിലുള്ള ശ്രീ വെങ്കടസ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളടക്കമുള്ള ഭക്തർ കുഴഞ്ഞു വീണു. ഏകാദശി പ്രമാണിച്ച് ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ഒരു ഏകാദശി പ്രമാണിച്ചെത്തിയ ഭക്തരാണ് ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ശ്രീകാകുളം ജില്ലയിലെ കാശിബുഗയിലുള്ള വെങ്കടസ്വാമി ക്ഷേത്രത്തിലാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായിരിക്കുന്നത്. അതിൽ 9 പേർക്കാണ് ദാരുണമായി മരണം സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീകളടക്കം ഭക്തർ കുഴഞ്ഞു വീണു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏകാദശി പ്രമാണിച്ച് വലിയ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ഭക്തർ കൂട്ടത്തോടെ ദേവപ്രതിഷ്ഠയ്ക്ക് സമീപത്തേക്ക് തള്ളിക്കയറിയതാണ് ഈ അപകടത്തിന് കാരണമുണ്ടായതെന്നാണ് പറയുന്നത്. ഭക്തർ തള്ളിക്കയറിയതോടെ ഉദ്യോഗസ്ഥർക്ക് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. ഇതാണ് ഈ ദാരുണമായ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം ആയിരക്കണക്കിനോളം ആളുകളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. എന്തായാലും 9 പേർക്കാണ് ഈ സംഭവത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഈ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ആന്ധ്രയിലെ ശ്രീകാകുളത്താണ് തിക്കിലും തിരക്കിലും പെട്ട് ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരിക്കുന്നത്. 9 പേരാണ് മരിച്ചിരിക്കുന്നത്. കാസിബുഗ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് ഈ അപകടമുണ്ടായത്. ഏകാദശി ഉത്സവത്തിനായി എത്തിയ ഭക്തർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി, ശ്രീകാകുളം ജില്ലയിലെ കാശിബുഗയിലുള്ള ശ്രീ വെങ്കടസ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ചിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളടക്കമുള്ള ഭക്തർ കുഴഞ്ഞു വീണു. ഏകാദശി പ്രമാണിച്ച് ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്ലാന്റിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇന്നു മുതൽ 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ. പ്ലാന്റിന്റെ 300 മീറ്റർ ചുറ്റളവ്, പ്ലാന്റിനും അമ്പായത്തോടിനും ഇടയിലെ റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ പ്രദേശം, അമ്പായത്തോട് ജംഗ്ഷന്റെ 100 മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ. ഈ പ്രദേശങ്ങളിൽ 4 അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ പൊതുപരിപാടികളോ പ്രകടനങ്ങളോ നടത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിധിയുടെ പുറത്ത് അമ്പലമുക്ക് എന്ന സ്ഥലത്ത് പന്തൽ കെട്ടി ഇന്ന് മുതൽ സമരം തുടങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. ഫ്രഷ് കട്ട് തുറക്കുകയാണെങ്കിലും കൂടുതൽ സമര പരിപാടികൾക്ക് രൂപം നൽകും. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് താമരശ്ശേരി പോലീസ് അറിയിക്കുന്നത്, താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ ഫ്രഷ് കട്ട് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇറച്ചിപ്പാറ എന്ന സ്ഥലത്ത് 300 മീറ്റർ ചുറ്റളവിലും അമ്പായത്തോടിൽ നിന്ന് പ്ലാന്റിലേക്കുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ ചുറ്റളവിലും അമ്പായത്തോട് ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ ചുറ്റളവിലും. ഇടുക്കി മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലം നന്നാക്കാൻ ഇതുവരെ നടപടിയായില്ല. വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ ഇവിടെ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണ്. വിഷയത്തിൽ AIYF പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി. വിനീഷ് ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് മൂന്നാറിന്റെ ഹൃദയഭാഗത്തുള്ള ആറോ ജംഗ്ഷനിലെ പാലമാണ്. നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു പാലം കൂടിയാണ്. ഇതിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ പലതവണ അധികൃതരെത്തി ഇത് താൽക്കാലികമായി അടക്കുകയായിരുന്നു. പക്ഷേ താൽക്കാലികമായി അടച്ചിട്ടും ഒരു പ്രതിവിധി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പൊ AIFന്റെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ഇവർ അടച്ചത്. പക്ഷേ നിരവധി തവണ ഇവർ തന്നെ സമരം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരും വലിയ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇരുചക്ര വാഹന യാത്രികരും ഇതിൽ വീഴുന്നത് പതിവായിരുന്നു. ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് നിരവധി തവണ സമരങ്ങൾ രൂപം കൊണ്ടു. പക്ഷേ ആ സമരത്തിലൊന്നും ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരും തയ്യാറായില്ല. പരസ്പരം പഴിചാരി. പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത അധികൃതരെയും ദേശീയപാത അധികൃതർ പൊതുമരാമത്ത് വകുപ്പിനെയും പഴിചാരുകയാണ് ഉണ്ടായത്. പക്ഷേ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ AIFയുടെ പ്രവർത്തകർ, ഈ പാലം അടച്ച AIFയുടെ പ്രവർത്തകർ നമ്മളോട് ചേരുന്നുണ്ട്. എന്താണ് കാരണം? അതായത് ഞാൻ AIFയുടെ മണ്ഡല സെക്രട്ടറിയാണ് ഇവിടുത്തെ. അതായത് നിരവധി പ്രാവശ്യം നമ്മൾ തന്നെ ഈ പാളത്തിനെ ഉന്നയിച്ചിട്ട് അധികാരികളായിട്ട് ബന്ധപ്പെട്ട് കത്തും കൊടുത്ത് അതല്ലാതെ പ്രതിഷേധമായിട്ട് ഓഫീസിലോട്ട് എത്തവും ചെയ്തു. പക്ഷെ അവർ പറയുന്നത് ഇത് NHന്റെ പാലമാണോ? ഈ NHന്റെ പാലം ഇത് ഇവിടുത്തെ ഉള്ള ഓഫീസായിട്ട് ബന്ധപ്പെട്ടുള്ള പാലമല്ല, ഇത് എറണാകുളത്താണ് ഹെഡ് ഓഫീസിനാണോ അവർ പറയുന്നത്. പക്ഷെ നമ്മൾ കളക്ടറായിട്ട് സംസാരിച്ചു. സബ് കളക്ടറായിട്ട് സംസാരിച്ച സമയത്ത് അന്ന് സബ് കളക്ടർക്ക് മാരേജാ. അപ്പം അന്ന് നമ്മൾ പ്രതിഷേധമായിട്ട് BW ഓഫീസിൽ പോയ സമയത്ത് BW ഓഫീസുകാരാണ് പറഞ്ഞത് ഞങ്ങളുടെ പാലമല്ല, ഇത് NHന്റെ പാലം പറഞ്ഞപ്പോൾ നമ്മൾ സബിനെ പോയ സമയത്ത് സബിനെ ചുമതലപ്പെടുത്തിയത് SSA ആണ്.
അപ്പം SS-ഉം ഞങ്ങളും കൂടെ ചേർന്നിട്ട് AIFIയുടെ പ്രവർത്തകരും ചേർന്നിട്ട് ഞങ്ങൾ പോയി ദേവികുളത്തിലെ NH അധികാരികളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് NH അധികാരി പറയുന്ന ഇത് ഇവിടെ ഉള്ളതല്ല ദേവികുളത്ത്. അപ്പം അവരെ സബിനെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് അവർ വരാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ നിരവധി പ്രാവശ്യം ഇവിടെ ഉള്ള MP ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ഇവിടെ MP വരുന്നത്. പക്ഷെ ഈ NH-നെ ബന്ധപ്പെട്ട് ഒരു MP ഈ ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഇടുക്കിയുടെ MP ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനും ബന്ധപ്പെടുന്നില്ല. അതുപോലെ തന്നെ അധികാരികളായിട്ട് ഒരു സംസാരിക്കാനുള്ള ഒരു ഇതും കാണിക്കുന്നില്ല. മൂന്നാർ തോട്ടത്തൊഴിലാളികളെ മൊത്തത്തിനെ MP വഞ്ചിക്കുവാണോ? ഇത് ഇലക്ഷൻ സമയത്താണെങ്കിൽ ഇനി കുറച്ച് നാൾ, ഇനി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആകുവാണെങ്കിൽ MP ഇങ്ങോട്ട് വരുന്ന സമയത്ത് AIFI പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഒരു അറ്റത്തിലെ കാണുന്ന ഒരു പ്രതിഷേധമായിട്ട് മാറും മൂന്നാറിന്റെ പ്രതിഷേധം. ഇത് ജനങ്ങളുടെ പ്രതിഷേധം. ഈ നിലവില് ഈ റോഡ് പണിയാത്തത് അധികൃതരും ആണ്, അല്ലെങ്കിൽ PWD പറയുന്നു NH ആണെന്ന്, NH പറയുന്നത് PWD ആണെന്ന്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ പാലം സൂചകമായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ട നടപടി എന്തായിരിക്കും? അടുത്ത ഘട്ട നടപടി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ ചോദിക്കാതെ ഈ പാലം NH അധികാരികൾ പണി ചെയ്യാൻ പറ്റത്തില്ല. എന്നു പറഞ്ഞാൽ കണ്ണിലെ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് NH-ന്റെ അധികാരികൾ കുറച്ച് സാധനം കൊണ്ടുവരിക, അതിലിടുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പാലം പോകും. ഇത് നാലാമത്തെ പ്രയാസമാണ് NH-കാരായാലും ശരി BWക്കാരായാലും ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞങ്ങൾ അനുവദിക്കത്തില്ല. AIFI ചോദിക്കാതെ ഈ പാലം തൊടാൻ ആരെങ്കിലും വന്നാൽ അതിനെ തിരിച്ച് ഞങ്ങൾ എന്താ സംഭവിക്കണം അന്ന് കാണിച്ചു തരാം. നമ്മൾ പല പ്രാവശ്യം ഇതിന്റെ പുറകിൽ നടന്നതാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയത്. ഇതിൽ ഒരു ദിവസത്തേക്ക് ആയിരക്കണക്കിന് വണ്ടിയിൽ ഈ വഴിക്ക് പോകുന്നത്. ഇത് നമ്മുടെ മൂന്നാറിലെ പണ്ടത്തുള്ള പാളാ. ഈ പാലത്തിന്റെ സ്ഥിതി നിങ്ങൾ നോക്കിക്കേ. ചിലപ്പോൾ ഈ പാലത്തിന് കൂടി വണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല, പാലം തുറക്കാൻ സമ്മതിക്കത്തില്ല. നിലവിൽ ഈ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി AIFI പ്രവർത്തകരാണ് ഈ പാലം അടച്ചിരിക്കുന്നത്. നിലവിൽ ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു പ്രതിഷേധം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം നടത്തുക എന്നതാണ് അതിനൊരു പോംവഴിയുള്ള കാരണം. ഇനി വരുന്ന സീസൺ ആണെങ്കിലും ഇഷ്ടംപോലെ സഞ്ചാരികൾ മൂന്നാറിലെത്തുന്നു. ഒരു പാലമാണ് അപ്പുറമുള്ളത്. ആ പാലത്തിലൂടെയായിരിക്കും സഞ്ചാരികൾ പോകുന്നതും വരുന്നതല്ല. പക്ഷേ നിലവിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് മൂന്നാർ ടൗൺ അടക്കമുള്ള പ്രദേശങ്ങൾ. അടിയന്തരമായി ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ് ഇവരുടെയും ആവശ്യം, നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ AP രാജിക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. യഹോവയുടെ സാക്ഷികൾ സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ കോഴിക്കോട് സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചു. ശുദ്ധ ആരാധന എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ 3 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. യഹോവയുടെ സാക്ഷികളുടെ മലബാറിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ തുടക്കമായത്. ഒക്ടോബർ 31 ആരംഭിച്ച കൺവെൻഷൻ നവംബർ 2 സമാപിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി 18 എപ്പിസോഡുകളുള്ള യേശുവിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന വീഡിയോ പരമ്പരയുടെ 2ഉം 3ഉം ഭാഗങ്ങൾ പ്രദർശിപ്പിക്കും. എന്തിനെയെങ്കിലും ആരാധിക്കാനുള്ള ചായ്വ് മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. അത് ചിലപ്പോൾ ഉന്നതമായ ഒരു ശക്തിയെ ആകാം, തങ്ങളെ തന്നെയാകാം, മറ്റു വ്യക്തികളെയാകാം, ചിലപ്പോൾ പണത്തെയും. എന്നാൽ നമ്മുടെ ആ ആവശ്യത്തെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്? യേശു എന്താണ് പറഞ്ഞത്? ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവാത്മാവോടെയും സത്യത്തോടെയും ആരാധിക്കണം. അനുദിന ജീവിതത്തിൽ സന്തോഷത്തോടെ ഉയർന്ന നിലവാരമനുസരിച്ച് ജീവിക്കാൻ അവസരമൊരുക്കുകയാണ് ശുദ്ധാരാധനയിലൂടെ ഉദ്ദേശിക്കുന്നത്. ലോകമെമ്പാടുമായി നടക്കുന്ന 6000-ഓളം കൺവെൻഷൻ പരമ്പരയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോടും കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് യഹോവയുടെ സാക്ഷികളുടെ പ്രാദേശിക വക്താവ് TA ശ്രീകുമാർ പറഞ്ഞു. ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് ഏതു വിധത്തിൽ ജീവിക്കാനാണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിന് ചേർച്ചയിലുള്ളൊരു ജീവിതം നമ്മൾ നയിച്ചാൽ നമുക്ക് സമാധാനം സന്തോഷമുള്ളവരായിരിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ 3 ദിവസത്തെ പരിപാടികളിലുടനീളം വ്യക്തമാക്കാൻ പോകുന്നത്. ഇന്ത്യയിലാകെ 17 ഭാഷകളിലായി 36 കൺവെൻഷനുകളാണ് നടത്തപ്പെടുന്നത്. മലബാറിൽ ഇതാദ്യമായാണ് ഇത്രയും വലിയൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ഓരോ ദിവസവും 5000-ഓളം പേരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതെന്നും യഹോവ സാക്ഷികളുടെ പ്രതിനിധി ടൈബിഷ് കുര്യൻ വ്യക്തമാക്കി. 17 ഭാഷകളിലായി 26 സിറ്റികളിൽ 36 കൺവെൻഷനുകളാണ് നടത്തപ്പെടുന്നത്. 3 ദിവസങ്ങളിലായാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. ഓരോ ദിവസവും 5000-ഓളം പേർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു.
ഈ കൺവെൻഷനിൽ യേശുവിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന 18 എപ്പിസോഡുകളുള്ള ഒരു നാടകം ഉണ്ടായിരിക്കും. ചെറുപ്പം മുതൽ തന്നെ കൺവെൻഷനുകളിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. കുടുംബജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ കൺവെൻഷനുകൾ ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് ദമ്പതികളായ കെ രജീഷ് കുമാറും ജീന രജീഷും പറയുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ച് നന്നായി 3 ദിവസം പഠിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മാതൃക അനുകരിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം നയിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ഞങ്ങളെ സഹായിക്കുന്നു. അപ്പം നല്ലൊരു ഭാര്യയായിരിക്കാൻ എനിക്ക് പറ്റുന്നു. ശരിക്കും ചുറ്റുമുള്ള കുടുംബങ്ങളിലൊക്കെ ഇന്ന് പല പ്രശ്നങ്ങളും മത്സരങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കുടുംബജീവിതം, സമാധാനമുള്ളൊരു കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ശുദ്ധാരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വാസികളായ സന്തോഷ് മാത്യുവും കുടുംബവും സാക്ഷ്യപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ശരിക്കും ദൈവത്തിൻ്റെ നിലവാരങ്ങൾ അനുസരിക്കുകയും പ്രവർത്തിക്കുന്നതും ആണ് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്നത്. അതുകൊണ്ട് ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും എങ്ങനെ കുടുംബത്തിൽ സന്തോഷമായിട്ട് ആയിരിക്കാൻ പറ്റും, മക്കൾക്ക് എങ്ങനെ ഗൈഡൻസ് കൊടുക്കാം, അതുപോലെ ഹസ്ബൻഡിൻ്റെ ശിരസ്ഥാനം അതിൽ അനുസരിച്ച് ജീവിക്കുക. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ ഇന്ന് നമ്മൾ മുന്നേറുന്ന പല ടെൻഷൻ അതൊക്കെ ഒഴിവാക്കാനും എന്നെ സഹായിക്കുന്നുണ്ട് ഒരുപാട്. ശരിക്കും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ നിലവാരങ്ങൾക്ക് ചേർച്ച് ജീവിക്കുന്ന പല സുഹൃത്തുക്കളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് പ്രയോജനം, സന്തോഷം കിട്ടുന്നുണ്ട്. എനിക്ക് സ്കൂളിൽ പലതരത്തിലുള്ള സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതുപോലത്തുള്ള കൺവെൻഷൻസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം എനിക്ക് കാര്യങ്ങൾ കൂടുതൽ മെച്ചമായിട്ട് ചെയ്യാനും അതുപോലെ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ എന്നെ സഹായിക്കുന്നു. ഇനി മാതാപിതാക്കളെ അനുസരിക്കാൻ ഒക്കെ എന്നെ സഹായിക്കുന്നു. സന്തോഷം തരുന്നു. 32 വർഷമായി കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നത് വഴി ഉന്നത മൂല്യമുള്ള ജീവിത വിശുദ്ധി നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് അനൂപ് രവിയുടെ വാക്കുകൾ. ഒപ്പം ശരി ചെയ്യാനുള്ള ആഗ്രഹം വളർത്തുന്ന ഒരുപാട് കൂട്ടുകാരെ ഈ കൺവെൻഷനിൽ നിന്ന് കിട്ടും. ഒപ്പം നമ്മൾ എടുക്കുന്ന നല്ല തീരുമാനം, ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ചെറുപ്പക്കാരെ സഹായിക്കും. എന്നെ ഇതുവരെയും ഈ കൺവെൻഷൻ അതിന് സഹായിച്ചിട്ടുണ്ട്. കൺവെൻഷനിൽ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രസംഗങ്ങൾ, അഭിമുഖങ്ങൾ, വീഡിയോ അവതരണങ്ങൾ, നാടകം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധാരാധന കൺവെൻഷൻ ഞായറാഴ്ച 4 മണിയോടെ സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തുടർന്നു. തൃശൂർ മണ്ണൂത്തിയിൽ വ്യാപാരിയെ ആക്രമിച്ച് 75 ലക്ഷം രൂപ കവർന്ന കേസിൽ കൂടുതൽ പേർ പിടിയിൽ. മുഖ്യപ്രതികളും എറണാകുളം സ്വദേശികളുമായ അബ്ദുൾ ഹക്കീം, വടുതല സ്വദേശി കണ്ടെയ്നർ സാബു എന്നിവരും കോട്ടയം കാനം സ്വദേശിയായ രാഹുലുമാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതികളായ അബ്ദുൾ ഹക്കീമിനെ ഡൽഹിയിൽ നിന്നും കണ്ടെയ്നർ സാബുവിനെ എറണാകുളത്തെ ആശുപത്രിയിൽ നിന്നുമാണ് പിടികൂടിയത്. രാഹുലിനെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം കളമശ്ശേരി സ്വദേശി നിയാസ്, അങ്കമാലി സ്വദേശി ശ്യാം എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കണ്ടെയ്നർ സാബുവിന്റെയും ഹക്കീമിന്റെയും നേതൃത്വത്തിലാണ് കവർച്ചയ്ക്കായുള്ള ആസൂത്രണം നടന്നത്. അതേസമയം ഇവരെ കൂടാതെ കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. റോബറി കേസിൽ നമ്മൾ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കുറച്ച് കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ ബാക്കിയാണ്. അവർ ടീം ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു അറസ്റ്റ് ഇറ്റ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ റിക്കവറിയുള്ള ഭാഗവും നമ്മൾ നോക്കുന്നുണ്ട്. കുറച്ച് റിക്കവറി, ഒരു 10% ആയിട്ട് റിക്കവറി നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത റിക്കവറിയും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രതികളെ പിടിക്കാൻ ബാക്കിയാണ്. ദാറ്റ് വി വിൽ ബി കാച്ചിങ് ദ ഫർദർ ക്രിമിനൽസ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് റോബറി. ഒക്ടോബർ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബംഗളൂരുവിൽ ട്രാവൽസ് നടത്തുന്ന മലപ്പുറം സ്വദേശി മുബാറക് വാഹനം വിറ്റുകിട്ടിയ 75 ലക്ഷം രൂപയുമായി മണ്ണുത്തിയിൽ വന്നിറങ്ങിയപ്പോഴാണ് പ്രതികൾ പണം അപഹരിച്ചത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ വാഹനത്തിലാണ് പ്രതികളെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും മണ്ണുത്തി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം മോഷ്ടിക്കപ്പെട്ട 75 ലക്ഷം രൂപ വാഹനം വിറ്റുകിട്ടിയത് തന്നെയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമ്മൾ അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻ എടുത്തിട്ട് ഇപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ലിങ്ക് കിട്ടിയിട്ടില്ല. ബട്ട് there is very high possibility that somebody from the inner circle who have leaked this information. ഒല്ലൂർ ACP SP സുധീരൻ, തൃശൂർ ACP KG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷണർ അഭിനന്ദിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കുട്ടിക്കാലത്തെ ജീവസുറ്റ ചിത്രങ്ങൾക്ക് ജന്മം നൽകി വിസ്മയമാവുകയാണ് തൃശൂർ കയ്പമംഗലത്ത് ഒരു 10 വയസ്സുകാരൻ. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി ഗിരീഷ് ദിവ്യ ദമ്പതികളുടെ മകൻ ദേവ്യാനാണ് വരയുടെ ലോകത്ത് അത്ഭുതമാകുന്നത്.
പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവ്യാനെ നന്നേ ചെറുപ്പത്തിലെ തന്നെ ചിത്രം വരയോട് ഇഷ്ടം കൂടാൻ തുടങ്ങിയതാണ്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ നോക്കി വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്ക് കടന്നത്. ചിത്രകലയിലെ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പെൻസിലും വാട്ടർ കളറുമെല്ലാം വാങ്ങി നൽകി പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടിയതോടെ ദേവ്യാനിലെ ചിത്രപ്രതിഭയുടെ തിളക്കവും കൂടി. കണ്ണിൽ കണ്ടതും മനസ്സിൽ പതിഞ്ഞതുമെല്ലാം ഈ 5ാം ക്ലാസ്സുകാരന്റെ ക്യാൻവാസിൽ നിമിഷങ്ങൾക്കകം ചിത്രങ്ങളായി മാറി. പ്രകൃതി, ക്ഷേത്രകലകൾ, ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ക്യാൻവാസിൽ നിറഞ്ഞു. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, പെൻ വർക്ക്, സ്കെച്ച് വർക്ക്, ലൈവ് സ്കെച്ചസ് തുടങ്ങിയവയെല്ലാം ദേവ്യാന്റെ വിരലുകളിൽ ഭദ്രമാണിപ്പോൾ. ചെറുതിലെ കുഞ്ഞിലായിരിക്കുമ്പോൾ തൊട്ട് വരയ്ക്കും. ആദ്യം അങ്ങനെ കുത്തിക്കൂറി വരയ്ക്കാറാണ്. വരയ്ക്കാൻ എപ്പോഴും താല്പര്യമുണ്ട്. ഡൈനോസേഴ്സിനെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഡൈനോസേഴ്സിനെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഓരോ മൃഗങ്ങളെ ഇങ്ങനെ വരച്ച് കടുവയായി, പിന്നെ ക്രേസ്. അങ്ങനെ ഓരോ സമയം ഓരോ മൃഗങ്ങളെ ഇങ്ങനെ മാറ്റി ഓരോ ഇൻട്രസ്റ്റ് ആവുമ്പോൾ അത് തന്നെയായിരിക്കും വരയ്ക്കുക. ശാസ്ത്രീയമായി ചിത്രരചന അഭ്യസിച്ചില്ലെങ്കിലും ദേവ്യാൻ വരച്ച ചിത്രങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും. ചിത്രകലാധ്യാപകരായ സുനിത, മൃണാളിനി എന്നിവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ചിത്രം വരയിൽ ദേവ്യാന് കരുത്തേകി. 2ാം ക്ലാസ് മുതലാണ് ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത്. ചെറുതും വലുതുമായ 100ഓളം മത്സരങ്ങളിൽ ഇതിനോടകം പങ്കെടുത്ത ദേവ്യാനെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാൻ കഴിഞ്ഞു. എറണാകുളത്ത് മോഹൻലാൽ ചിത്രമായ ബറോസിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം ഈ കൊച്ചുമിടുക്കനായിരുന്നു. നടൻ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ക്യാഷ് അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ദേവ്യാൻ പറയുന്നു. ഞാൻ ചെറുപ്പത്തിലെ വരയ്ക്കും. ഞാൻ പേനയുണ്ട് വരച്ചിട്ടാണ് തുടങ്ങി. ഒരു വയസ്സ് 1.25 വയസ്സൊക്കെ തൊട്ട് വരയ്ക്കും. പേനയുണ്ട് വരച്ചിട്ടാണ് തുടങ്ങി. ഇപ്പോൾ എനിക്കിഷ്ടം വാട്ടർ കളർ വരയ്ക്കും, പിന്നെ പേന വരയ്ക്കും, പെൻസിൽ ഡ്രോയിങ് വരയ്ക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യും. ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഓൺ ദ സ്പോട്ട് ആയിരിക്കും മിക്കവാറും ടോപ്പിക്ക് തരുന്നത്. പിന്നെ ചിലതൊക്കെ മുമ്പേ ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ ഓൺ ദ സ്പോട്ട് തരുന്നത് ആ സമയത്ത് തന്നെ ചിന്തിച്ചു വരയ്ക്കണം. വനം വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 2ാം സ്ഥാനവും ദേവ്യാനെ തേടിയെത്തിയിട്ടുണ്ട്. ദേവ്യാന്റെ വരകൾ യാൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറം ലോകത്തെത്തിക്കുന്നത്. ചിത്രകലയിലും പഠനത്തിലും ഒരേപോലെ മുൻപന്തിയിലുള്ള ദേവ്യാൻ അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വൈകിട്ട് 3 മണിക്ക് നവി മുംബൈയിലാണ് മത്സരം. ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ഹർമൻപ്രീത് നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, റിച്ച് ഘോഷ്, ദീപ്തി ശർമ്മ, നല്ലപുരേഡി ചരണി തുടങ്ങിയവരാണ് കരുത്ത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ 3 വിക്കറ്റിന് തകർത്ത ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത്. ലൗറ വാർട്ട് നയിക്കുന്ന ടീമിൽ നദീൻ ഡി ക്ലാർക്ക്, ടാസ്മിൻ ബ്രിട്നസ്, മാക്സിയൻ കാപ്പ, മസാബത്ത് ക്ലാസ് ഉൾപ്പെടെയുള്ള താരങ്ങളാണ് പ്രതീക്ഷ. ഇന്ത്യ ഓസീസ് 3ാം ഏകദിനത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ ആശുപത്രി വിട്ടു. ക്യാച്ച് എടുക്കുന്നതിനിടെ വീണാണ് താരത്തിന് പരിക്കേറ്റത്. ഫീൽഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. പ്ലഹിയിൽ മുറിവേറ്റതിനെ തുടർന്ന് താരത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ശ്രേയസ് അയ്യർ ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങില്ലെന്ന് BCCI അറിയിച്ചു.